കാറ്റത്തെ കിളിക്കൂടിലെ പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിധി ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു പേപ്പറൊക്കെ ആയിട്ട് അവിടേക്ക് ഭാസ്കരൻ വരുന്നത്. മറ്റാരും അവിടെ വീട്ടിലുണ്ടായിരിക്കില്ല, ഓരോരുത്തരായിട്ട് ജോലിക്ക് പോയതായിരിക്കും. നികേഷ് കോളേജിലും ആ സമയത്താണ് ഭാസ്കരൻ അങ്ങോട്ട് വരുന്നത്. ഭാസ്കരനെ കണ്ടതും നിധി ചോദിക്കുന്നുണ്ട്, കഴിച്ചോ? കഴിക്കുന്നില്ലേ? ഭക്ഷണം എടുത്ത് വെക്കേണ്ടേ? വേണ്ട, കുറച്ച് സമയം കഴിഞ്ഞിട്ട് കഴിച്ചോളാം എന്ന് പറഞ്ഞ് ഭാസ്കരൻ ഫോണിൽ പാട്ടും ഓൺ ചെയ്ത് അവിടെ തന്നെ ഇരിപ്പാവാണ്. ആ പാട്ട് കേട്ടതും നിധിക്ക് എന്തെന്നില്ലാത്ത സങ്കടവും വരുന്നുണ്ട്. നിധി ഭാസ്കരൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ആ പാട്ട് ഓഫ് ചെയ്തതിനു ശേഷം, അച്ഛൻ എപ്പോഴും പാട്ട് കേൾക്കാനല്ലോ, കുറച്ച് സമയം എന്നോട് സംസാരിച്ചൂടെ? അല്ല, നിന്നോട് എന്ത് കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്? നമുക്ക് രണ്ടുപേരും ഒരേ പ്രായമല്ല. അങ്ങനെയാണെങ്കിൽ പല കാര്യങ്ങളും സംസാരിക്കാനുണ്ടാവും. ഞാൻ നിന്നോട് എന്ത് സംസാരിക്കാനാണ്? അല്ല, അച്ഛൻ്റെ പഴയ കാര്യങ്ങളൊക്കെ എന്താണ് ഇവർ ഇത്രയേറെ ശത്രുതയായി കാണുന്നത്? അച്ഛൻ ജയിലിൽ പോയതുകൊണ്ട് മാത്രമല്ല അവർ ശത്രുതയായി കാണുന്നതെന്ന് എനിക്കറിയാം. മറ്റെന്തൊക്കെയോ നിങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ട്. അതെ, മറ്റു ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നിനക്കിപ്പോൾ എന്താ വേണ്ടത് കുട്ടി? അച്ഛനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ചോദിച്ചതല്ല, വെറുതെ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇത് പഴയ പോലെ നല്ലൊരു കുടുംബമായിരുന്നെങ്കിൽ അവരുടെ ദേഷ്യമൊക്കെ മാറ്റിവെച്ച് നിങ്ങൾ ഒരുമിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ വീട് നന്നാക്കാം. അങ്ങനെ എന്തെല്ലാം നല്ല കാര്യങ്ങൾ നടക്കും. അങ്ങനെ അവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് അതൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഭാസ്കരൻ ബീഡിയെടുത്ത് വലിക്കാൻ നിൽക്കുമ്പോൾ നിധി അത് നോക്കുന്നത് കാണുമ്പോൾ അയാളത് വേണ്ടെന്ന് വെക്കാണ്. നിന്നെ പേടിച്ചിട്ടൊന്നുമല്ല ഞാൻ ബീഡി മാറ്റി വെച്ചത്. അതെനിക്ക് മനസ്സിലായി. അങ്ങനെ അവൾ ആ ഉമ്മരത്തിങ്ങനെ ഇരിക്കാട്ട രണ്ടുപേരും കൂടെ. ആ സമയത്ത് നിധി ചോദിക്കുന്നതിന്, അന്ന് എന്നോട് ഒരു കാര്യം പറഞ്ഞല്ലോ, അമ്മ എങ്ങനെയാണ് മരിച്ചതെന്ന്. അത് ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഇതിനു മുമ്പേ ആ സ്റ്റോറി ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. അങ്ങനെ പോലീസുകാരൊക്കെ തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് ഭാസ്കരനെ പോലീസ് അറസ്റ്റ് ചെയ്തതെന്നും അവരുടെ മൂത്ത ജ്യേഷ്ഠനാണ് അതിന് കാരണക്കാരനും എന്നൊക്കെ നിധി അടുത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ വീണ്ടും നിധി ചോദിക്കും, അതല്ല, വെറുതെ ഒരാളെ അങ്ങൊന്നും പോലീസ് അറസ്റ്റ് ചെയ്തില്ല. തക്കമായിട്ടുള്ള കാരണമാണോ? ശരിക്കും അമ്മയുടേത് ഒരു കൊലപാതകം തന്നെയാണ്. അതുകൊണ്ടാണല്ലോ പോലീസ് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടും അങ്ങനെ സ്ഥിരീകരിച്ച് അച്ഛനെ അറസ്റ്റ് ചെയ്തത്. അതൊക്കെ ഉണ്ടാവും. പക്ഷേ എന്താ നിങ്ങളൊന്നും പറയാത്തത്? അതെ, ഞാനും അമ്മയും കൂടെ പ്രേമിച്ച് വിവാഹം കഴിച്ചവരാണ്. അവൾ എന്നെ കൂടെ ഒളിച്ചോടി പോയതാ. അതിൻ്റെ ഒരു ഇഷ്ടക്കേട് ഇവർക്കെല്ലാം ആദ്യമേ അവളോടുണ്ടായിരുന്നു. അങ്ങനെ മനസ്സ് തുറന്ന് ഭാസ്കരൻ ഓരോ കാര്യങ്ങളും സംസാരിക്കാണ്. ഞാൻ അവളെ ഇഷ്ടപ്രകാരം ഞാനും അവളും ഒളിച്ചോടി വന്നതുകൊണ്ട് തന്നെ ഏട്ടന് വിവാഹമൊന്നും ശരിയായില്ലെന്ന് പറഞ്ഞ് അന്ന് മുതലേ ഓരോ കാര്യം കണ്ടുപിടിച്ച് ഓരോ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് അവളെ നേരെ എപ്പോഴും അവളും പ്രമീളയും അവനും കൂടെ ദേഷ്യത്തിലായിരുന്നു. അങ്ങനെ ഇരിക്കെ പ്രമീളയുടെ ഹസ്ബൻഡ് നാട്ടിൽ വന്നത് ഇവരുടെ സുഭാഷിൻ്റെയും സുധീഷിൻ്റെയൊക്കെ അമ്മ കാണാൻ നല്ല ഭംഗിയുള്ള പോലെ നിധിയെപ്പോലെയൊക്കെ നല്ല സുന്ദരിയായിരുന്നു. പ്രമീളയുടെ ഭർത്താവ് നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ ഇവിടെ വരും. അന്നൊക്കെ ഞങ്ങൾ നല്ല സൗഹൃദത്തിലൊക്കെ ആയിരുന്നു. ഇടയ്ക്കൊക്കെ എൻ്റെ ഭാര്യയായിട്ട് അവന് എന്തോ തൊടാനും പിടിക്കാനൊക്കെ തുടങ്ങി. അവൾ അതിനെ എതിർത്തു. ഒരിക്കൽ സഹിക്കട്ട് അവൾ എന്നോട് കാര്യം പറഞ്ഞു, തൻ്റെ അനിയത്തിയുടെ ഭർത്താവല്ലേ, ഇനിയിപ്പോൾ ഞാനായിട്ട് അവിടെ പോയി കച്ചറ ഉണ്ടാക്കിയാൽ തൻ്റെ അനിയത്തിയും മോളെയും അയാൾ ഉപേക്ഷിച്ചു പോകുമോ എന്നൊരു പേടിയായിരുന്നു അവൾക്ക്. അതുകൊണ്ട് തന്നെ അവൾ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ കാര്യങ്ങളൊന്നും ചോദിക്കാനും പറയാനും പോയില്ല. പക്ഷേ അവൻ ഈ വീട്ടിലേക്ക് അടുപ്പിക്കരുതെന്ന് ഞാൻ അവളോട് താക്കീത് ചെയ്തിരുന്നു. പറഞ്ഞതുപോലെ അവന് ഈ വീട്ടിലേക്ക് വരുമ്പോഴെല്ലാം അവൾ അകത്ത് കയറി കഥകടക്കും. അങ്ങനെ ഒരു ദിവസം ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് അയാൾ ഇവിടെ വന്നു. അന്നും അയാൾ നാട്ടിലൊക്കെ ആയിരുന്നു ജോലി. എന്നിട്ട് ഇവളടുത്ത് മോശമായിട്ട് പെരുമാറി. അത് കണ്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നെ കണ്ടതും അവൻ ഇവിടെ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു. ആ സമയത്ത് പുറത്തൊന്നും കാണാതാവുമ്പോൾ ഞാൻ അവളെ അന്വേഷിച്ച് അകത്തേക്ക് കയറുമ്പോഴാണ് ആ കാഴ്ച ഞാൻ കണ്ടത്. തറയിൽ തലയടിച്ച് രക്തം വാർന്നു കിടക്കുന്ന എൻ്റെ ഭാര്യയെ. അവളെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അവളില്ലാത്തൊരു ലോകത്തെക്കുറിച്ച് പോലും ഞാൻ ചിന്തിച്ചിരുന്നില്ല. അങ്ങനെ അവരെല്ലാവരും കൂടെ എന്നൊരു കൊലയാളിയാക്കി. അപ്പോൾ സുനന്ദയുടെ അച്ഛൻ, അതേ മോളെ, സുനന്ദയുടെ അച്ഛൻ തന്നെയാണ് ആ കടുംകൈ ചെയ്തത്. ഇനിയിപ്പോൾ സ്വയം രക്ഷയ്ക്ക് വേണ്ടി അവരെന്തെങ്കിലും ചെയ്തതാണോ എന്നൊന്നും അറിയില്ല. എൻ്റെ അനിയത്തിയുടെയും അവളുടെ മകളുടെയും ജീവിതം താറുമാറാവാതിരിക്കാൻ വേണ്ടിയാ സ്വയം കുറ്റം ഏറ്റെടുത്തത്. എന്തിനച്ചാ? എന്നിട്ട് ആ കൊലയാളി ഇപ്പോഴും നെളിഞ്ഞ് ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ. അതെ, അവൻ്റെ വിചാരം ഞാനെല്ലാം മറന്നുപോയെന്ന. തക്കം കിട്ടിയാൽ
ഞാൻ അവനെ ഒരു പൂട്ടുപൂട്ടും. സ്വന്തം ഭാര്യയെ കൊന്ന് എന്നൊരു പേരുദോഷം. അതിലപ്പുറം എൻ്റെ മക്കളും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. അതാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടം. ആരൊക്കെ വിശ്വസിച്ചാലും ഈ ഭാസ്കരൻ അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിച്ചു. അന്ന് ഞാനൊരു കൊലയാളിയാണെന്ന് പറഞ്ഞ് സമ്മതിച്ച് ജയിലിൽ പോയത് അവളില്ലാത്തൊരു ലോകത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് സുനന്ദയെയും പ്രമീളയും മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. ഇതെല്ലാം കേട്ട നിധിക്ക് വല്ലാതെ സങ്കടമായി. സ്വന്തം ജീവൻ കളഞ്ഞിട്ടാണ് സ്വന്തം ഭാര്യയുടെ ജീവൻ കൊടുത്തിട്ടാണ് അനിയത്തിയുടെ ഒരു സംരക്ഷി. എന്നിട്ട് ആ അനിയത്തി ഇത്തിരി സ്നേഹവും കരുണ പോലും ഈ ഏട്ടനോട് കാണിക്കുന്നില്ലല്ലോ എന്നെല്ലാം ഓർത്ത് നിധിക്ക് വലിയ സങ്കടമാവാണ് കേട്ടോ. അങ്ങനെ നിധി ഈ കാര്യങ്ങളെല്ലാം മക്കളോട് തുറന്ന് പറയണമെന്ന് പറയുന്നുണ്ട്. വേണ്ട, അവർ ജീവിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ. വെറുതെ അവിടെ പോയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ എൻ്റെ മക്കളുടെ ഒരു ജീവിതം എന്തായിരിക്കും? ആ തെറ്റിനുള്ള ശിക്ഷ ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. അത് എന്നിൽ തന്നെ ഇല്ലാതാവണം. എൻ്റെ മക്കൾ ഒരിക്കലും അങ്ങനൊരു തെറ്റ് ചെയ്യാൻ പോവരുത്. അഥവാ അവർ സത്യങ്ങൾ അറിഞ്ഞാൽ ഒരിക്കലും സുനന്ദയുടെ അച്ഛനെ അവരെ വെറുതെ വിടില്ല. സ്വന്തം അമ്മയെ ഇല്ലാതാക്കിയവന്, അതുപോലെ അച്ഛനെ ഒരു ജയിൽ പുള്ളിയാക്കിയവന് അവർ വെറുതെ വിടുമോ? ഇല്ല. അവർക്ക് ഇനിയും ഭാവിയുണ്ട്. പഠിച്ചുയരങ്ങളിലെത്തണം. തൻ്റെ താഴെയുള്ള മകൻ മറ്റു 3 പേർക്കും നല്ലൊരു ജീവിതം ഉണ്ടാവണം. അത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഭാസ്കരൻ കണ്ണു തുടച്ച് അകത്തേക്ക് പോവാണ്. ആ സമയമെല്ലാം നിധി ഇങ്ങനെ ആലോചനയോടെ ഇരിക്കായിരിക്കും. എത്ര ദുഷ്ടയായിട്ടാണ് എന്നിട്ട് ഇയാളോട് പെരുമാറുന്നത്. സ്വന്തം അനിയത്തിയുടെ ജീവിതം നാശാവാതിരിക്കാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം ഇതൊക്കെ സഹിച്ചത്. ആ സ്ത്രീയെങ്കിലും സത്യങ്ങൾ അറിയണ്ടേ? അങ്ങനെ നിധി ഒരു തീരുമാനം എടുത്തിരുന്നു. എന്നെങ്കിലും പ്രമീളയോട് താൻ തന്നെ സത്യങ്ങൾ തുറന്ന് പറയുമെന്ന്. അതിനുള്ള ഒരു സാഹചര്യവും നിധിക്ക് ഒത്തുവരികയാണ്. അങ്ങനെ നിധി അമ്പലത്തിലേക്ക് പോയി തിരികെ വരണ സമയത്താണ് സുനന്ദയെയും അവളുടെ അമ്മയെയും കാണുന്നത്. വഴിയിൽ നിധിയെ കണ്ടതും അവർ മാറി നടക്കാണ്. സുനന്ദ സംസാരിക്കാൻ വരുന്നുണ്ടെങ്കിലും അവളുടെ അമ്മ അവളെ പിടിച്ചു മാറ്റുന്നുണ്ട്. എന്തിനാ എന്നെ കാണുമ്പോൾ അവളെ തടഞ്ഞു നിർത്തുന്നത്? ഞാൻ നിങ്ങളുടെ മകളെ വശീകരിച്ച് കൊണ്ടുപോകാനൊന്നും പോകുന്നില്ല. നിങ്ങളുടെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളുടെ സുഭാഷേട്ടനെ വിവാഹം കഴിപ്പിച്ചു കൊടുത്താൽ മതി. സുഭാഷേട്ടന് ഇതിലും നല്ല പെണ്ണിനെ കിട്ടും, അതെനിക്കറിയാം. ഇനിയിപ്പോൾ സ്നേഹിക്കുന്നവരല്ലേ ഒരുമിക്കേണ്ടത്. അതും കരുതിയതാ അന്ന് മാന്യമായിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിച്ചത്. എടി, നാട്ടിലെ എൻ്റെ മകൾ വിവാഹം കഴിക്കാതിരുന്നാലും ചെറുപ്പക്കാരില്ലാതെ പോയാലും നിന്റെ സുഭാഷേട്ടനെ കൊണ്ട് ഇവളെ വിവാഹം കഴിപ്പിക്കില്ല. അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? അത്രയും വൃത്തികെട്ട വീടാണതെന്ന് സുനന്ദയുടെ അമ്മ പറയണ സമയത്ത് നിധി പറയും, അങ്ങനെ പറയാം. നിങ്ങൾക്ക് എന്ത് യോഗ്യതയുള്ളത്? അങ്ങനെ ആ വീട് എങ്ങനെ വൃത്തികേടായത്? അതിനൊരു കാരണക്കാരൻ നിങ്ങളുടെ ഭർത്താവും കൂടെയാണ്. നിങ്ങളുടെ ജീവനും ജീവിതവും രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ആ ഭാസ്കരൻ എന്ന നിങ്ങളുടെ ഏട്ടനെ ആ കാര്യങ്ങളെല്ലാം ചെയ്ത് ജയിലിൽ പോയത്. എന്താടി നീ പറഞ്ഞത്? സ്വന്തം ഭാര്യയെ വെട്ടി നുറുക്കിയവനെ എന്ത് രക്ഷിച്ചെന്നാ പറയുന്നത്? അതെ, സ്വന്തം ഭാര്യയെ ഒരിക്കലും അദ്ദേഹത്തിന് കൊല്ലാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ മക്കളുടെ അമ്മയാണ്. അദ്ദേഹത്തെ വിശ്വസിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ ഇറങ്ങി വന്നവൾ അവളെ ഒരിക്കലും കൊല്ലില്ല അയാൾ, അതെനിക്ക് ഉറപ്പാണ്. സത്യാവസ്ഥ ചികഞ്ഞപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. ആ അമ്മയെ കൊന്നത് നിങ്ങളുടെ ഭർത്താവാണ്. നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ മകളുടെ ഭാവിയൊക്കെ ഓർത്തിട്ടാണ് ആ പാവം അച്ഛന് എല്ലാം സഹിച്ച് ഉള്ളിലൊതുക്കി ജയിലിലോട്ട് പോയത്. സ്വയം കുറ്റം ഏറ്റെടുത്തോണ്ട് അതും കരുതി എല്ലാം മറന്നെന്ന് നിങ്ങൾ കരുതേണ്ട. എന്താ നീ പറഞ്ഞത്? അതിലെന്തെങ്കിലും സത്യമുണ്ടോ? അന്ന് നിങ്ങളുടെ ഏട്ടനോട് വന്ന് ചോദിച്ചു നോക്ക്, അതിലെന്തെങ്കിലും സത്യമുണ്ടോന്ന്. ഇത് കേട്ടതും സുനന്ദ അമ്മയുടെ മുമ്പിൽ പൊട്ടിക്കരയാണ്. എന്തൊക്കെയമ്മയാ നമ്മൾ ഈ കേൾക്കുന്നത്? അതെ മോളെ, അതാണ് സത്യം. ആ പാവം അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ജീവനേറെ സ്നേഹിക്കുന്ന ഭാര്യയെ അദ്ദേഹം ഒരിക്കലും കൊന്നിട്ടില്ല. സത്യാവസ്ഥ മനസ്സിലാക്കാൻ ഞാനൊരു ശ്രമം നടത്തിയപ്പോഴാണ് എല്ലാം എനിക്ക് മനസ്സിലായത്. ആ ഭാര്യയെ ഇടയ്ക്കെല്ലാം ശല്യം ചെയ്യുകയും അവരുടെ വീട്ടിലേക്ക് കൂടെ ചെന്ന് നിൻ്റെ അച്ഛനായിരുന്നു അവരെ ഇല്ലാതാക്കിയത്. സ്വയം അനിയത്തിയുടെ ജീവിതം ഇല്ലാതാവാൻ വേണ്ടി മാത്രമാണ്. ജീവിക്കട്ടെ, ചെറിയ കുഞ്ഞുമായിട്ട് അവൾ എന്ത് ചെയ്യുമെന്ന് ഭയന്നുകൊണ്ട് തന്നെയാണ് അച്ഛന് ജയിലിലോട്ട് പോയത്. അല്ലെങ്കിൽ നിനക്കും നിൻ്റെ അമ്മയ്ക്കും നല്ലൊരു ജീവിതം കിട്ടിയില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇതറിഞ്ഞ പ്രമീള ചങ്ക് പൊട്ടിക്കരയാണ്. നേരെ ഭാസ്കരൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. തൻ്റെ പെങ്ങൾ ഒരിക്കലും തൻ്റെ മുമ്പിൽ ഇതുപോലെ ദയനീയ അവസ്ഥയിൽ കണ്ണു നിറഞ്ഞ് ഇങ്ങനെ കണ്ടിട്ടില്ലാത്ത ഭാസ്കരൻ ചോദിക്കും, എന്താടി നിനക്ക് പറ്റിയത്? എന്തിനാടി നീ ഇവിടെ വന്ന് മൂങ്ങുന്നത്? ഭാസ്കരേട്ടാ എന്നും വിളിച്ചുകൊണ്ട് കാലിൽ വീണ് പിടിക്കുന്നുണ്ട്.
എന്താണ് പ്രമീളെ, എന്തിനാ നിന്റെ ഈ നാടകം? നിന്നെ ഞാൻ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ല. എന്ത് കാര്യസ്ഥാനത്ത് വേണ്ടിയാണ് ഈ വീട് നിനക്ക് എഴുതി തരണോ? എനിക്കൊന്നും വേണ്ട, എല്ലാം ഏട്ടന് ഞാൻ തരാം. പക്ഷേ ഏട്ടൻ ചെയ്ത ത്യാഗം എനിക്ക് മനസ്സിലായില്ല. ഏട്ടനെല്ലാം എന്നെ മറച്ചു വെച്ചു എന്ന് പറയുന്നുണ്ട്. ആ സമയം ഭാസ്കരന് മനസ്സിലാവാം നിധി എല്ലാം വിവരവും പറഞ്ഞെന്ന കാര്യം. നിധി എന്ന് ദേഷ്യത്തിൽ നോക്കുമ്പോൾ, അച്ഛാ എന്നായാലും ഇവരറിയണ്ടേ? അച്ഛനെ എത്ര കാലം ഇവരിങ്ങനെ ദേഷ്യം പിടിച്ചും വെറുപ്പിച്ചും നടക്കും? അച്ഛ, ഇവരോട് ഞാൻ തന്നെയാണ് തുറന്ന് പറഞ്ഞത്. ആ സമയം ഭാസ്കരൻ അവളടുത്ത്, നീ വിഷമിക്കേണ്ട, നീ വിഷമിച്ച് കാണാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. നിൻ്റെ ഈ കണ്ണീര് കാണണമെന്ന് കരുതിക്കൊണ്ടാ ഞാൻ ഇങ്ങനെ ജയിലോട്ട് പോയത്. നിന്നെ അന്ന് മുതൽ കരയിപ്പിക്കണമെന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ സത്യങ്ങളെല്ലാം എല്ലാം പറഞ്ഞ് നിന്റെ കെട്ടിയോനിനെ ജയിലിലേക്ക് അയക്കുമായിരുന്നില്ലേ? അന്ന് നീയും മകളും സുരക്ഷിതമായിട്ട് ഇരിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാ തൽക്കാലം ഞാൻ ആരെയും ഒന്നും അറിയിക്കാഞ്ഞത്. സ്വയം എരിഞ്ഞടങ്ങിയത് എനിക്ക് ആൺമക്കളായിരുന്നു. അവരെ നോക്കാനും എൻ്റെ സുഭാഷ് മതിയെന്ന ഒരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. പിന്നെ അവളില്ലാത്തൊരു ലോകത്ത് ഈ വീട്ടിൽ നിൽക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു. മനസ്സിനൊന്ന് ബലപ്പെടുത്താൻ കൂടിയാണ് ഞാൻ ജയിലോട്ട് പോയത്. അങ്ങനെ ഭാസ്കരൻ്റെ മുമ്പിൽ സകല മഹാപരാധവും പറഞ്ഞ് പ്രമീള പൊട്ടിക്കരയാണ്. ഏട്ടാ, എന്നോട് ക്ഷമിക്കണം എന്നും പറഞ്ഞുകൊണ്ട് കരയുന്നുണ്ട്. നിധി അതെല്ലാം കണ്ട് കണ്ണീരോടെ നിൽക്കായിരിക്കും. അങ്ങനെ സ്വന്തം ഭർത്താവിൻ്റെ അടുത്തേക്ക് ചെന്ന് പ്രമീള അദ്ദേഹത്തിൻ്റെ സാധനങ്ങളെല്ലാം പെട്ടിയും കൊടുക്കുക പുറത്തേക്ക് വലിച്ചെറിയുന്നുണ്ട്. എന്ത് പറ്റി പ്രമീള നിനക്ക്? എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒരു നിമിഷം ഈ വീട്ടിൽ നിന്നു പോകരുത്. എൻ്റെ ഏട്ടൻ്റെയും എൻ്റെ എല്ലാം ജീവിതം തകർത്തുകൊണ്ട് നിങ്ങളായിരുന്നുവല്ലേ? നിങ്ങളെപ്പോലെ ഒരു ദുഷ്ടൻ ഇനി വേണ്ട എന്നും പറഞ്ഞുകൊണ്ടാണ് കേട്ടോ അതിനുശേഷം പ്രമീള പ്രതികരിക്കുന്നത്. ആ സമയം അയാൾക്ക് മനസ്സിലാവാണ് എല്ലാം ഭാസ്കരൻ്റെ വായിൽ നിന്ന് തൻ്റെ ഭാര്യ തിരിച്ചറിഞ്ഞെന്ന്. അങ്ങനെ അയാളെ ആ വീട്ടിൽ നിന്ന് അടിച്ചോടിക്കുന്നുണ്ട്. അതിനുശേഷം ഭാസ്കരനും അനിയത്തിയും ജ്യേഷ്ഠനുമായിട്ടുള്ള ആ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആവാണ്. അത് നിധി വന്നതിന് ശേഷം മാത്രം കേട്ടോ. നിധിയാണ് ഈ കാര്യങ്ങളെല്ലാം പുറത്ത് കൊണ്ടുവരുന്നത്. സ്വന്തം ആൺമക്കളും സത്യങ്ങളൊക്കെ തിരിച്ചറിയുമ്പോൾ അച്ഛൻ്റെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുകയാണ്. അച്ഛൻ തങ്ങൾ കരുതുന്ന പോലെയൊന്നല്ലെന്ന് തന്നെ ഞങ്ങൾ അച്ഛൻ ഒരുപാട് അനുഭവിച്ചെന്ന കാര്യവും അവർ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡാട്ടോ ഇത്. കുറേ എപ്പിസോഡുകൾ ശേഷം കേട്ടോ ഈ ഒരു സീനൊക്കെ വരുന്നത്.